സാഹിബുൽ അയ്യാൽ വൽ മർഅത്തു റാളി അൻഹാ സൗജഹാ വൽ മുതസദ്ദഖത്തു ബിമഹ്രിഹാ. എന്റെ പ്രിയപ്പെട്ട ഭാര്യമാരെ, എന്റെ പ്രിയപ്പെട്ട പെങ്ങന്മാരെ, രണ്ടാമത്തെ വിഭാഗം പെണ്ണുങ്ങളാ. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പറയുന്ന രണ്ട്, ഒന്ന് മക്കളുള്ള പാവപ്പെട്ട മനുഷ്യൻ സ്വർഗ്ഗത്തിലാണ്. അല്ലാഹു ആ കൂട്ടത്തിൽ നമ്മളെയൊക്കെ പെടുത്തുമാറാകട്ടെ. ആമീൻ പറ. അല്ലാഹു ആ കൂട്ടത്തിൽ നമ്മളെ പെടുത്തുമാറാകട്ടെ. രണ്ടാമത്തെ വിഭാഗം പെണ്ണുങ്ങളാ, ഭാര്യമാരാ. അല്ലാഹു നമ്മുടെ ഭാര്യമാരെ ആ കൂട്ടത്തിൽ പെടുത്തുമാറാകട്ടെ. വീട്ടിൽ പോയിട്ടൊന്നും ഇന്ന് ചോദിച്ചേക്കരുത് ആരും. വീട്ടിൽ പോയിട്ട് ഭാര്യമാരോട് ആരും ഇത് ചോദിക്കരുത്. ഇതൊക്കെ ചോദിച്ചു നോക്കി അപ്പം അറിയാം ഇവരും ഭാര്യയുടെ സ്വഭാവം അറിയാം. ചവിട്ടിയാ കടിക്കാത്ത പാമ്പില്ല എന്ന് പറയണ പോലെ എൻ്റെ ഭാര്യ പാപമാണ് ഉസ്താദ് എന്ന് പറയുന്ന ചില ഭർത്താക്കന്മാരുണ്ട്. എന്നാൽ ഇന്ന് വീട്ടിൽ പോയിട്ട് ചോദിച്ചു നോക്കണം, അപ്പം അറിയാം സ്വഭാവം. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, രണ്ട്, ഭർത്താവിന് തൃപ്തിയുള്ള ഭാര്യ. രണ്ടാമത്തെ വിഭാഗം. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, രണ്ടാമത്തെ വിഭാഗത്തെ കുറിച്ച് അവിടെ നിന്ന് പറയുന്നു, ഭർത്താവിന് തൃപ്തിയുള്ള ഭാര്യ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വ്യക്തമായി കേൾക്കുക, അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഭർത്താവിന് തൃപ്തിയുള്ള ഭാര്യ എന്ന് പറഞ്ഞിട്ട് ഒരല്പം കൂടെയുണ്ട്, ഞാനത് മാറ്റി പറഞ്ഞതാ. എല്ലാ ഭർത്താവിനോടും അല്ലേ, ചില പെണ്ണുങ്ങളൊക്കെ ഭർത്താവിനോട് വലിയ ഇഷ്ടമാണ്, ഭാര്യയ്ക്ക് ഭർത്താവിനോടും ഭർത്താവിന് ഭാര്യയോടും വലിയ ഇഷ്ടമാണ്. അള്ളാഹു ആ കൂട്ടത്തിൽ നമ്മളെ പെടുത്തുമാറാകട്ടെ. അള്ളാഹു ആ കൂട്ടത്തിൽ പെടുത്തുമാറാകട്ടെ. എന്നാൽ മഹർ ഭർത്താവിന് സദക്ക നൽകിയ പെണ്ണാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, ഭർത്താവിന് തൃപ്തിയുള്ള ഭാര്യ മഹർ ഭർത്താവിന് ദാനം ചെയ്ത സ്ത്രീ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇത്തിരി ബുദ്ധിമുട്ടും പ്രയാസമൊക്കെ വരുമ്പോ ആ കഴുത്തി കിടക്കണ മാലയൊന്ന് ചോദിച്ചു നോക്കണം, അപ്പൊ അറിയാം ഭാര്യയുടെ സ്വഭാവം. മഹർ ഒന്ന് ചോദിച്ചു നോക്കണം, അത് മഹറാ, തരൂല. എന്റെ പ്രിയപ്പെട്ടവർ, അത്രയ്ക്ക് നല്ല മനസ്സുള്ളവർ മാത്രമേ ഈ മഹർ കൊടുക്കാറുള്ളൂ. ഈ മഹർ വിവാഹം കഴിക്കുന്ന സമയത്ത് ഭർത്താവ് മഹറായി കൊടുത്തത് എടുത്തിട്ട് ഭർത്താവിന്റെ കയ്യിൽ കൊടുക്കാൻ ഇൻഷാ അല്ലാഹ് എന്ന ദാനമായിട്ട് കൊടുത്തിട്ട് പറയണം, നിങ്ങൾ കൊണ്ടുപോയി എന്താ പ്രശ്നം പരിഹരിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് കൊടുക്കുന്ന ഭാര്യ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, സാധാരണ പെണ്ണുങ്ങളൊന്നും അത് തരാറില്ല. സാധാരണ പെണ്ണുങ്ങളൊന്നും മഹർ കൊടുക്കാറില്ല. ചില കല്യാണം ഇവിടെ കണ്ടപ്പോ ഈ ബന്ധം ഒഴിയുന്ന സമയത്ത് മഹർ തിരിച്ചു വാങ്ങിച്ചുകൊണ്ട് പോകുന്ന ബിരുദന്മാരുണ്ട്. അതെ, 5 പവന്റെ മാല എന്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണെന്ന് പറഞ്ഞ് ബന്ധം ഒഴിയുമ്പോ, വിവാഹമെല്ലാം കഴിഞ്ഞ് ജീവിച്ചിട്ട് അവസാനം ബന്ധം ഒഴിഞ്ഞിട്ട് ഡൈവേഴ്സായി പോകുമ്പോ ആ കഴുത്തി കിടക്കണ 5 പവൻ എവിടെന്നാ ഞാൻ കൊണ്ടുപോകാന്ന് പറഞ്ഞ അതുവരെ തിരിച്ചും എന്നാ കൊടുക്കരുതെന്നത്. അത് കൊടുക്കാൻ പാടില്ല. മഹർ ആ പെണ്ണിനുള്ളതാ, കൊടുക്കാൻ പാടില്ല. അത് തിരിച്ചു വാങ്ങാനും പാടില്ല. അത് ആ പെണ്ണിന് മഹർ കൊടുത്തതാണ്, അത് തിരിച്ചു വാങ്ങാൻ പാടില്ല എന്നാണ് എന്റെ പ്രിയപ്പെട്ടവരെ. അപ്പം പറഞ്ഞു വരുന്നത്, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പറയുന്നു, എന്റെ പ്രിയപ്പെട്ടവരെ, രണ്ടാമത്തെ വിഭാഗം. മൂന്നാമത്തെ അവിടെ നിന്ന് പറഞ്ഞു, ഭർത്താവിന് തൃപ്തിയുള്ള ഭാര്യ മഹർ ദാനം ചെയ്ത ഭർത്താവിന്. നാട്ടുകാർക്കല്ലട്ടാ, അത് വ്യക്തമായി കേൾക്കണം. അയൽവാസി വന്ന് ചോദിച്ച ആമന ഇത്തിരി കടവും പ്രയാസവും ഒക്കെ, എന്നാടി മഹറൂരി കൊടുക്കണ പെണ്ണിനെയല്ല പറഞ്ഞത്. മഹർ ഭർത്താവിന് ദാനം ചെയ്ത പെണ്ണവൾ സ്വർഗത്തിലാണ്. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു നമ്മുടെയൊക്കെ കുടുംബ ജീവിതത്തിൽ അള്ളാഹു ഖൈറും ബറക്കത്തും ഐശ്വര്യവും അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദാനം ചെയ്യുക എന്ന് പറയുന്ന വലിയ, ഇതെല്ലാവരെ കൊണ്ട് കഴിയുന്ന ഒരു കാര്യമല്ല. അത് എല്ലാവർക്കും പറ്റുന്ന ഒരു കാര്യമല്ല. പ്രത്യേകിച്ച് മഹർ കൊടുക്കുക എന്ന് പറയുന്നത്. കുടുംബജീവിതമൊക്കെ വല്ലാതെ ഇപ്പം അടിച്ചു പിരിഞ്ഞ് എവിടെ നോക്കിയാലും പ്രശ്നങ്ങളും പ്രതിസന്ധികളും മാത്രമേ ഉള്ളൂ. മക്കളൊക്കെ യതീമായി പോകുന്നതിനെ കുറിച്ച് ആർക്കും ഇവിടെ ഒരു വലിയ ഇതൊന്നുമില്ല. എല്ലാ അടിയും ബഹളവും കുടുംബകലഹങ്ങളും പള്ളികളിലൊക്കെ പടച്ചവനെ ഇപ്പോ ഇങ്ങനെ വലിച്ചിരുത്തിയിട്ട് ചർച്ചകൾ നടക്കുന്ന കാലമാണ്. കുടുംബജീവിതത്തിൽ ഇങ്ങനെ വലിയ അടിയും വഴക്കും, നിസാര കാര്യങ്ങളുടെ പേരിൽ പോലും തലാഖുകൾ. ഇപ്പൊ പിന്നെ തലാഖില്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല, അകത്തുപോയി കിടക്കുന്നു പേടിയുള്ളത് കാരണം. വളരെ ക്രൂരന്മാരായ ചില ഭർത്താക്കന്മാരുണ്ട്. അള്ളാഹു എല്ലാത്തിനും ഹിദായത്ത് കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് പഠിപ്പിക്കുന്നു. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു രണ്ടാമതായിട്ട് അവിടെ നിന്ന് പറഞ്ഞു തരികയാ, എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ,
ഭർത്താവ് തൃപ്തിയുള്ള ഭാര്യ അവിടെ നാളെ സ്വർഗത്തിലാണ്. മൂന്നാമതായിട്ട് അവിടെ നിന്ന് പറയുന്നു, തന്റെ ഭർത്താവ് വിവാഹം കഴിക്കുന്ന സമയത്ത് കൊടുത്ത മഹർ തന്റെ ഭർത്താവിന് തന്നെ ദാനം ചെയ്ത ഭാര്യ, ആ പെണ്ണ് സ്വർഗത്തിന്റെ അവകാശിയാണെന്ന് മഹാനായ സയ്യിദുന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു. നാലാമതായിട്ട് അവിടെ നിന്ന് പറഞ്ഞു, മാതാപിതാക്കൾക്ക് ഇഷ്ടമുള്ള സന്താനം. വളരെ ഗൗരവത്തോടു കൂടി കാണാം. നമുക്കൊക്കെ മാതാപിതാക്കളോട് വലിയ ഇഷ്ടമാണ്, നമുക്ക് മാതാപിതാക്കളോട് വലിയ ഇഷ്ടമാണ്. പക്ഷെ മാതാപിതാക്കൾക്ക് തിരിച്ചിഷ്ടമുണ്ടാകണം. ചില മക്കളോട് വലിയ സ്നേഹമായിരിക്കും. മാതാപിതാക്കൾക്ക് മക്കളോട് ഇഷ്ടം തോന്നുക, മാതാപിതാക്കൾ ഇഷ്ടപ്പെടുന്ന മക്കൾ അവർ സ്വർഗത്തിന്റെ അവകാശികളാ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. കാരണം അത് എല്ലാവർക്കും കിട്ടുന്ന ഒരു ഭാഗ്യമല്ല. മാതാപിതാക്കൾ ഇപ്പൊ 5 മക്കളുണ്ടെങ്കിൽ 5 മക്കളോട് ഒരേ സ്നേഹമുള്ളവരല്ല, അങ്ങനെ ആയിരിക്കത്തില്ല. ചെറിയ ഏറ്റിറക്കൊക്കെ ഉണ്ട്. ചില മക്കളോട് വലിയ സ്നേഹം ഒന്നുകിൽ മൂത്ത മകനോടായിരിക്കും, അല്ലെങ്കിൽ ഇളയ മകനോടായിരിക്കും. ഇളയ മകനോടാണ് കൂടുതലും മാതാപിതാക്കൾക്ക് സ്നേഹം. ഇപ്പോഴും അവനെ പിടിച്ചു മടിയിൽ കിടത്തും, അവന്റെ തലയിൽ എണ്ണ തേച്ചു കൊടുക്കും, അവന് ചോറ് വെച്ചു കൊടുക്കും, എന്തെങ്കിലും കൊടുക്കുമ്പോൾ അവന് ഇത്തിരി കൂടുതൽ കൊടുക്കും. സ്വന്തം സഹോദരങ്ങൾ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പറയാറുണ്ട്. അപ്പൊ മാതാപിതാക്കൾക്ക് ചില മക്കളോട് വലിയ സ്നേഹമാണ്. അത് വേർതിരിവല്ല, ഒരിക്കലും വേർതിരിവെന്ന് പറയാൻ കഴിയില്ല. വേർതിരിവ് കാണിക്കാൻ പാടില്ല എന്ന്, മക്കൾക്കിടയിൽ വേർതിരിവ് കാണിക്കാൻ പാടില്ല എന്ന് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മൾ വ്യക്തമായി കേൾക്കണം. പക്ഷേ മാതാപിതാക്കൾക്ക് എന്തോ മാനസികമായിട്ട് ചില മക്കളോട് അല്പം സ്നേഹം കൂടുതലാണ്. കാരണം ചിലപ്പോൾ അവരുടെ പെരുമാറ്റം കൊണ്ടായിരിക്കാം, അവരുടെ എന്തെങ്കിലും പെരുമാറ്റം കൊണ്ടായിരിക്കാം മാതാപിതാക്കൾക്ക് ആ മക്കളോട് വലിയ സ്നേഹം തോന്നുന്നത്. എന്റെ പ്രിയപ്പെട്ടവരെ, ആ സ്നേഹം തോന്നുന്നതിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് സ്വർഗ്ഗം കൊടുക്കുമെന്നാണ്. കാരണം മാതാപിതാക്കളുടെ തൃപ്തി അല്ലാഹുവിന്റെ തൃപ്തിയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹു എവിടെയെല്ലാം അല്ലാഹുവിനെ കുറിച്ച് ഇബാദത്തുകളെ കുറിച്ച് പറയുന്നുണ്ടോ ആ സമയത്ത് മാതാപിതാക്കളെ കുറിച്ചും പറയുന്നുണ്ട്. അതുകൊണ്ടാണ് പടച്ചവനെ മാതാപിതാക്കളുടെ ദുആ കൊണ്ട് അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തിന്റെ അവകാശികളാകാൻ പറ്റുമല്ലോ. എത്ര വലിയ ഉയരങ്ങളിലെത്താൻ പറ്റുമല്ലോ മാതാപിതാക്കളുടെ എതിരായിട്ടുള്ള ദുആ കൊണ്ട്. എത്ര ഉയരങ്ങളിലെത്തിയാലും താഴെ എത്താൻ കഴിയുമല്ലോ. എത്രയോ ചരിത്രങ്ങൾ അറിയാ. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ ആയിഷ ബീവിയോട് പറഞ്ഞു കൊടുത്തു, ആയിഷ, സ്വർഗത്തിൽ ഞാനൊരു സ്വഹാബിയെ കണ്ടു. സ്വർഗത്തിന്റെ മധ്യഭാഗത്ത് കൊട്ടാരത്തിന്റെ അകത്തിരിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ. അല്ലാഹുവിന്റെ സ്വർഗത്തിന്റെ മധ്യഭാഗത്ത് കൊട്ടാരത്തിന്റെ അകത്തിരിക്കുന്ന ഒരു ചെറുപ്പക്കാരനെ കാണുകയാണ്. ആരാ? ഹാരിസ് ഇബ്നു നുഅ്മാൻ. മലക്കുകളാണ് പറഞ്ഞു കൊടുക്കുന്നത്, മലക്കുകളാണ് പറഞ്ഞു കൊടുക്കുന്നത്. അത് ഹാരിസാണ് നബിയേ, അത് ഹാരിസാണ് നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകൻ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹയോട് അവിടുന്ന് പറഞ്ഞു കൊടുത്തു, ആയിഷ, ഹാരിസ് ഇബ്നു നുഅ്മാൻ എന്ന് പറയുന്ന സ്വഹാബിയെ ഞാൻ സ്വർഗത്തിന്റെ മധ്യഭാഗത്ത് കൊട്ടാരത്തിന്റെ അകത്തിരിക്കുന്നത് കണ്ട് ആയിഷ. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ആയിഷ ബീബി ചോദിക്കുന്നു, നബിയേ, യാ റസൂലല്ലാഹ്, ആ ചെറുപ്പക്കാരനാ പ്രതിഫലം കിട്ടാനുള്ള കാരണമെന്താ? അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തിന്റെ മധ്യഭാഗത്ത്, അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തിന്റെ മധ്യഭാഗത്ത് പടച്ചവരെ ഇങ്ങനെ ഒരു കൊട്ടാരം കിട്ടാനുള്ള കാരണമെന്താ? കദാക്കൽ ബിർറു, തന്റെ മാതാപിതാക്കളെ സ്നേഹിച്ചതിന് പടച്ച റബ്ബ് കൊടുത്ത പ്രതിഫലമാ. പടച്ചവനെ ഇന്ന് അസർ കഴിഞ്ഞപ്പോ തൃശ്ശൂർ ഭാഗത്തുള്ള ഒരു പ്രിയപ്പെട്ട മാതാവ് വിളിക്കുകയാണ്, കരയുകയാണുമ്മ. ഉസ്താദേ, ക്യാൻസർ രോഗമാണ്. ആരുമില്ല ഉസ്താദേ, എന്റെ പൊന്നുമോളും എന്റെ പൊന്നുമോൻ എന്നെ കളഞ്ഞിട്ട് പോയി. ക്യാൻസർ രോഗം പിടിച്ച പ്രിയപ്പെട്ട മാതാവ് അല്ലാഹുവേ കരയുകയാണ്. നോക്കാൻ ആരുമില്ല, നോക്കാൻ ആരുമില്ല. പടച്ചവനെ, മകന് ഭാര്യയുടെ വീട്ടിലാ
ക്യാൻസർ രോഗം പിടിച്ച ഉമ്മ വീടിന്റെ അകത്താ. അയൽവാസികളാണ് നോക്കുന്നത്, സഹായിക്കാൻ ആരുമില്ല. എങ്ങനെ കഴിയുന്നു മനുഷ്യ സ്വന്തം ഉമ്മയെ തിരിഞ്ഞു നോക്കാതിരിക്കാൻ? പടച്ചവനെ 9.5 മാസക്കാലം ഗർഭം ചുമന്ന മരണവേദനയുടെ വേദനയിൽ നിന്ന് പ്രസവിച്ച പ്രിയപ്പെട്ട മാതാവിന് ക്യാൻസർ രോഗം പിടിച്ച് വീടിന്റെ അകത്ത് കിടന്ന് വേദന സഹിക്കാൻ കഴിയാതെ കിടന്ന് കരയുന്ന മാതാവിനെ വലിച്ചെറിഞ്ഞിട്ട് പോകാറ് എങ്ങനെയാണ് റബ്ബേ, എങ്ങനെയാണ് റബ്ബേ മക്കൾക്ക് കഴിയുന്നത്? പടച്ചവനെ ആ പ്രിയപ്പെട്ട സഹോദരി അല്ലാഹുവേ ആ പെണ്ണാസ ഉമ്മയുടെ വീടിന്റെ ചാരത്തുള്ള ഒരു പൊന്നുമോള് കരഞ്ഞുകൊണ്ട് പറയുന്നു, ഉസ്താദ് 45 വയസ്സായി ഉസ്താദ്, വിവാഹം കഴിഞ്ഞിട്ടില്ല. 45 വയസ്സുള്ള പൊന്നുമോള് പടച്ചവനെ വാപ്പ ഏതോ ഒരു മുസ്ലിമായ പെണ്ണുമായിട്ട് ഒളിച്ചോടി. കാരണം പടച്ചവനെ പിന്നെ ആരും തിരിഞ്ഞു നോക്കുന്നില്ല. വിവാഹാലോചനകൾ വരുന്നുണ്ട്. വരുന്നവർ മുഴുവനും പറയുകയാ ഉമ്മാനെ നോക്കാൻ പറ്റൂല. പടച്ചവനെ മാതാപിതാക്കളെ വല്ലാതെ സ്നേഹിക്കുന്ന മക്കളുമുണ്ട്. 45 വയസ്സുള്ള പൊന്നുമോളെ കെട്ടാൻ വരുന്നവർ മുഴുവനും പറയുകയാണ് ഈ പ്രായമുള്ള ഉമ്മയെ നോക്കാൻ പറ്റൂല, ഏതെങ്കിലും വൃദ്ധസദനത്തിൽ കൊണ്ടുപോയി ആക്കാറ്. ആ പ്രിയപ്പെട്ട സഹോദരി കരഞ്ഞുകൊണ്ട് ചോദിക്കുന്ന, ഉസ്താദ് എന്നെ നൊന്ത് പ്രസവിച്ച എന്റെ പ്രിയപ്പെട്ട മാതാവിനെ വൃദ്ധസദനത്തിൽ കൊണ്ടുപോയി കളഞ്ഞിട്ട് എനിക്കൊരു ജീവിതം വേണ്ട, അങ്ങനെ ഒരു ജീവിതം എനിക്ക് വേണ്ട. എന്റെ ഉമ്മയുടെ കാൽച്ചുവട്ടിലല്ലേ സ്വർഗം കിടക്കുന്നത്, എന്റെ ഉമ്മയുടെ കാൽച്ചുവട്ടിലല്ലേ. അല്ലാഹുവേ ആ പെങ്ങൾക്കൊരു ജീവിതം കൊടുക്കണേ അല്ലാ. നിന്നെ പേടിച്ചുകൊണ്ട് 5 നേരം നിസ്കരിച്ചുകൊണ്ട് കരയുന്ന പാപവാ അല്ലാ, മനസമാധാനം കൊടുക്കണേ അല്ലാ. കൈവിടല്ലേ അല്ലാ, സഹായിക്കണേ അല്ലാ, കരുണ കാണിക്കണേ അല്ലാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് പറയുകയാണ്, അവിടുന്ന് പറയുകയാണ്, 4ാമത്തെ വിഭാഗമാരെന്നറിയുമോ? മാതാപിതാക്കൾക്ക് ഇഷ്ടമുള്ള സന്താനമാ. പടച്ചവനെ 5ാമത്തെ വിഭാഗമാരാ? തെറ്റിൽ നിന്ന് പിന്മാറി പശ്ചാത്തപിക്കുന്ന മനുഷ്യനാ. സ്വർഗമുണ്ടടാ, ഉമറുതങ്ങളെ സ്വർഗമുണ്ടെന്ന് പറഞ്ഞ 5ാമത്തെ വിഭാഗമാരാ? അവന് കള്ളു കുടിച്ചിട്ടുണ്ട്, വ്യഭിചരിച്ചിട്ടുണ്ട്, പലിശ തിന്നിട്ടുണ്ട്, ഒരുപാട് പാപങ്ങൾ ചെയ്തിട്ടുണ്ട്. ഈ ചെയ്തു പോയത് മുഴുവനും തെറ്റാണെന്ന് മനസ്സിലാക്കി ഈ ലോകത്തിന്റെ ജീവനായ പടച്ചറപ്പിന്റെ ദുർബാറിലേക്ക് ഇത് കരങ്ങൾ എത്തിയിട്ട് ജീവിതത്തിൽ ചെയ്തു പോയ പാപങ്ങൾ മുഴുവനും പടച്ചറപ്പിന്റെ മുന്നിൽ ഏറ്റുപറഞ്ഞിട്ട് അവിടുന്ന് തൗബ ചെയ്ത മനുഷ്യ നിനക്ക് കിട്ടുന്ന പ്രതിഫലമാ, തൗബ ചെയ്തവന് കിട്ടുന്ന പ്രതിഫലമാ. നിസ്കരിച്ചവന്റെ പ്രതിഫലമല്ല, ഖുർആൻ ഓതിയവന്റെ പ്രതിഫലമല്ല, സദഖ കൊടുത്തവന്റെ പ്രതിഫലമല്ല. പിന്നെ ആരുടെ പ്രതിഫലമെന്നറിയുമോ? ജീവിതത്തിൽ വന്നുപോയ തെറ്റുകളെ പടച്ചറപ്പിന്റെ മുന്നിൽ ഏറ്റുപറഞ്ഞവരാ, തൗബ ചെയ്ത നന്നായവനാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് ഓർമ്മപ്പെടുത്തുകയാ, എപ്പോഴെവിടെ വെച്ചാണ് മരണം വരുന്നതെന്നറിയില്ല. തൗബ ചെയ്യാ സമയം കിട്ടണമെന്നില്ല. ഒന്ന് തൗബ ചെയ്യാറ്, ഒന്ന് പശ്ചാത്തപിക്കാ. പടച്ചറപ്പിന്റെ മുന്നിൽ ഇത് കരങ്ങൾ ഉയർത്തിയിട്ട് ജീവിതത്തിൽ ബന്ധിപ്പോയവർക്ക് പടച്ചവനെ നീയിരിക്കുന്നു പുറത്തുതാ എന്ന് പറയാ സമയം കിട്ടണമെന്നില്ല സഹോദരാ. ഏത് കോലത്തിലാ മരണം വരുന്നതെന്നറിയില്ലല്ലോ. പടച്ചവനെ ഇന്നലെയല്ലേ പത്തനംതിട്ട ജില്ലയിലോ പടച്ചറപ്പേ വാർപ്പ് കടിഞ്ഞിട്ട് അത് ഇളക്കുന്ന സമയത്ത് കാണുമ്പോൾ സങ്കടം തോന്നുകയാണ്. പടച്ചവനെ വാർപ്പ് കടിഞ്ഞിട്ട് അത് ഇളക്കി മാറ്റുന്ന സമയം ആ ചെറുപ്പക്കാരൻ പടച്ചവനെ വീടിന്റെ ഭിത്തിയുടെയും ആ കോൺക്രീറ്റ് ചെയ്തതിന്റെ അടിയിൽ ഇങ്ങനെ കിടക്കുന്ന രംഗം കണ്ട എന്തൊക്കെ ആഗ്രഹമുണ്ടായിരുന്ന ചൊലിശനാട്. എന്റെ പ്രിയപ്പെട്ടവരെ, ഇത്രയേ ഉള്ളൂ ജീവിതത്തിൽ, ഇത്രയൊക്കെ
ഉള്ള ചെറുപ്പക്കാരാ, ഏത് രീതിയിലാണ് മരണം വരുന്നതെന്നറിയില്ല, ഏത് രീതിയിലാണ് വരുന്നതെന്നറിയില്ല, എപ്പോഴാണ് വരുന്നതെന്നറിയില്ല. ഇന്നലെ കണ്ടവനെ ഇന്ന് കാണാത്ത ദുനിയാവാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് ഓർമ്മപ്പെടുത്തുകയാണ്, തൗബ ചെയ്യുന്നത് പിന്തിക്കരുത്, തൗബ ചെയ്യുന്നത് പിന്തിക്കരുത്. അതുകൊണ്ട് പടച്ചവരേ, ചെയ്തു പോയ തെറ്റിന്റെ പേരിൽ പടച്ചറപ്പിന്റെ മുന്നിൽ പശ്ചാത്തപിച്ച് മടങ്ങുന്ന മനുഷ്യനുണ്ടല്ലോ, അവന് സ്വർഗമുറപ്പാ, അവന് സ്വർഗമുറപ്പാ. മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പഠിപ്പിക്കുമ്പോ, എന്റെ പ്രിയപ്പെട്ടവരെ, ബഹുമാനായ മുസമ്മിൽ ഉസ്താദ് ഇന്നിവിടെ ഖിറാഅത്തോടുമ്പോ പടച്ചവനെ ഒരു ആയത്ത് വല്ലാത്ത ആയത്താ. പായിപ്പാട് പള്ളിക്ക് വേണ്ടി സദഖ കൊടുക്കുന്ന എന്റെ പ്രിയപ്പെട്ടവരോട്, ഉസ്താദേ കടം മാറാ ദുആ ചെയ്യണം, ഒരു സ്ക്വയർ ഫീറ്റിന്റെ പൈസ തരാ. പടച്ചവനെ ഉസ്താദേ ലക്ഷങ്ങളുടെ കടമുണ്ട്, എന്നിട്ട് പോലും പള്ളിക്ക് സദഖ നൽകുന്നവരുണ്ട്. പടച്ചവനെ ക്യാൻസർ രോഗം പിടിച്ചവർ, ഒരുപാട് പ്രയാസത്തിൽ കഴിയുന്നവർ, അല്ലാഹുവിന്റെ പള്ളിക്ക് വേണ്ടി സദഖ നൽകുന്നവര്, അല്ലാഹു തരുന്ന പ്രതിഫലം എന്തെന്നറിയുമോ? ആ സദഖയുടെ വില എന്തെന്നറിയുമോ? നിങ്ങൾ കൊടുക്കുന്നത് 1000 ആകട്ടെ, 500 ആകട്ടെ, 1500 ആകട്ടെ, 1 ഗ്രാം സ്വർണമാകട്ടെ, എല്ലാം അല്ലാഹുവിന്റെ കയ്യിലല്ലേ, എല്ലാം അല്ലാഹുവിന്റെ കയ്യിലല്ലേ. കൊടുക്കുന്നത് വെറുതെയല്ലല്ലോ. അല്ലാഹുവേ, പടച്ചവനെ ഖുർആൻ സദഖയെ കുറിച്ച് പറഞ്ഞതെന്താ? ലൗലാ അഖർതനീ ഇലാ അജലിൻ ഖരീബ് ഫഅസ്വദ്ദക വഅകും മിനസ്സാലിഹീൻ. പടച്ചവരെ, ആസിറായിൽ കടന്നു വരുമ്പോ, മരണം കണ്ണിന്റെ മുന്നിലേക്ക് കടന്നു വരുമ്പോ, റൂഹ് പിടിക്കാനുള്ള മലക്ക് കടന്നു വരുമ്പോ കരയുകയാണല്ലാ, എനിക്കൽപ്പം സമയം വേണമല്ലാ, എനിക്കൽപ്പം സമയം വേണമല്ലാ. എന്തിനാണെന്നറിയോ? സദഖ നൽകാനാ, സദഖ കൊടുക്കാനല്ല. എടാ, ഉണ്ടായിരുന്ന കാലത്ത് കൊടുത്തില്ലല്ലോ. എത്രയോ പാപങ്ങൾക്കും പള്ളികൾക്കും മദ്രസകൾക്കും യതീംഖാനകൾക്കും യതീമീങ്ങൾക്കും വേണ്ടി വന്ന് ചോദിച്ചപ്പോ കയ്യിലുണ്ടായിട്ടും കൊടുക്കാൻ മനസ്സില്ലാതെ വാരിക്കെട്ടി വെച്ചവര്, ചാകാ സമയമാകുമ്പോ എന്തിനാ സദഖയ്ക്ക് വേണ്ടി തെണ്ടുന്നത്? അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, യാതൊരു പേടിയും വേണ്ട, യാതൊരു ഭയവും വേണ്ട. അല്ലാഹുവേ, പടച്ചവൻ തന്നതിൽ നിന്ന് കൊടുക്കുന്നവർക്ക് അല്ലാഹു തരുന്ന പ്രതിഫലം എന്തെന്നറിയുമോ? ഇന്ന സദഖത്തു ലതുത്ഫി അൻ അഹ്ലിഹൽ ഖുബൂർ. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് പറഞ്ഞല്ലോ, സദഖ കൊടുക്കുന്നവർക്ക് പടച്ചറപ്പ് കൊടുക്കുന്ന പ്രതിഫലം. ഇന്ന സദഖത്തു തുത്ഫി റബ്ബി, അല്ലാഹുവിന്റെ കോപം തടയുമല്ലോ. നീ കൊടുക്കുന്ന സദഖയുണ്ടല്ലോ, അല്ലാഹുവിന്റെ പള്ളിയിൽ പടച്ചറപ്പിന്റെ മുന്നിൽ സുജൂദ് ചെയ്യാൻ, ഒരു പള്ളി പണിയുന്നതിന് വേണ്ടി നിങ്ങൾ കൊടുക്കുന്ന സദഖയുടെ പ്രതിഫലം അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, ഈ ലോകത്തിന്റെ അധിപനായ പടച്ചറപ്പിന്റെ കോപം നിനക്കുണ്ടാകില്ല. അല്ലാഹുവേ, പടച്ചറപ്പിന്റെ കോപത്തെ തണുപ്പിക്കാറ്, പടച്ചറപ്പിന്റെ കോപത്തെ തണുപ്പിക്കാറ് സദഖ കൊണ്ട് കഴിയുമെന്ന് പഠിപ്പിക്കുന്നത് മുത്തുനബിയാ. ഉസ്താദേ പ്രയാസമാ, ഉസ്താദേ രോഗമാ, ഉസ്താദേ സമാധാനമില്ല എന്ന് പറയുന്നവരെ, നമ്മുടെ പാപങ്ങൾ അധികരിച്ചത് കൊണ്ടാണ് പടച്ചവൻ നമ്മളോട് വല്ലാത്ത കോപത്തിലാ. ആ കോപം തണുപ്പിക്കണോ, ആ കോപം തണുപ്പിക്കണോ? സദഖ കൊണ്ടേ കഴിയുകയുള്ളൂ, സദഖ കൊണ്ടേ കഴിയുകയുള്ളൂ. റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ്, രണ്ടാമത്തെ പ്രതിഫലം എന്തെന്നറിയോ?
മോശമായ മരണത്തിന് തൊട്ട് രക്ഷയാ. പഠിച്ചവരെ, മോശമായ മരണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയുന്ന വഴിയാണ് ഈമാനുള്ള മരണമല്ലേ, ഈമാനുള്ള മരണമല്ലേ. അല്ലാഹുവേ, എല്ലാവരും കൊതിച്ചത് ഈമാനുള്ള മരണമായിരുന്നല്ലോ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ ഓർമ്മപ്പെടുത്തിയല്ലോ, നിങ്ങൾ മരിക്കുമ്പോ ഈമാനോടുകൂടി വേണം മരിക്കാൻ. നിങ്ങൾ മരിക്കുമ്പോ ഈമാനോടുകൂടി വേണം മരിക്കാൻ. ഈമാനില്ലാതെ മരിക്കല്ലേ. ഈ ലോകത്ത് നിന്ന് യാത്ര പറയുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് ശഹാദത്ത് കലിമ പറഞ്ഞുകൊണ്ട് അല്ലാഹുവേ, നീ ചെയ്ത സദക്കയുടെ പ്രതിഫലം മലക്കുകൾ കാണിച്ചു തരികയാ. നമ്മൾ ചെയ്ത സൽക്കർമ്മമുണ്ടല്ലോ, നമ്മൾ കൊടുത്ത സദക്കയുണ്ടല്ലോ, ആ സദക്കയുടെ പ്രതിഫലം മലക്കുകൾ ഇങ്ങനെ കാണിച്ചു തരികയാണ്. കാണടോ മനുഷ്യ, വഅബ്ശിറൂ ബിൽ ജന്നാ, ഇങ്ങനെ കാണിച്ചു തരികയാണ്. മലക്കുകൾ കാണിച്ചു തരികയാണ്. ആ സ്വർഗം കണ്ടുകൊണ്ട് മരിക്കാനുള്ള ഭാഗ്യമാ. ഇതിനെക്കാളും എന്തേ വേണ്ടത്, ഇതിനെക്കാളും എന്തേ വേണ്ടത്. അതുകൊണ്ട് പടച്ചവനെ, ഈ പള്ളിയുടെ വാർപ്പിന് വേണ്ടി പടച്ചവനെ ഒരുപാട് സദഖ കൊടുത്തവരുണ്ട്, സഹായിക്കാമെന്ന് പറഞ്ഞവരുണ്ട്, വാഗ്ദാനം ചെയ്തവരുണ്ട്. എന്റെ പ്രസംഗം കേൾക്കുന്നവരോട് പറയുകയാ, നിങ്ങൾ പറഞ്ഞ വാഗ്ദാനമുണ്ടല്ലോ, എത്രയും പെട്ടെന്ന് നിങ്ങൾ പാലിക്കണേ. പടച്ചറപ്പേ, എത്രയും പെട്ടെന്ന് ഇതൊന്ന് വാർത്ത കഴിഞ്ഞാൽ അതിനകത്ത് കയറി നിസ്കരിക്കാറുള്ള കൊതി കൊണ്ടാ. അർഹമറഹീമായ അല്ലാഹ്, കാരുണ്യവാനായ അല്ലാഹ്, ഈ ലോകത്തിന്റെ അധിപനായ അല്ലാഹ്, ഈ പള്ളിക്ക് വേണ്ടി ആരല്ല സദഖ നൽകിയിട്ടുണ്ടോ അവരുടെ ദുനിയാവും ആഖിറവും നീ രക്ഷപ്പെടുത്തണേ അല്ലാഹ്. അവരുടെ ആഗ്രഹങ്ങളെ സാധിപ്പിക്കണേ അല്ലാഹ്. മാരക രോഗങ്ങളെ തൊട്ട് കാക്കണേ അല്ലാഹ്. ഈമാനുള്ള മരണം കൊടുക്കണേ അല്ലാഹ്. മരിക്കുന്ന സമയത്ത് ഇതിന്റെ പ്രതിഫലം കാണിച്ചു കൊടുക്കണേ അല്ലാഹ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, അള്ളാഹുവിന്റെ കോപത്തെ തണുപ്പിക്കുവാൻ സദക്ക കൊണ്ട് കഴിയുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട്, നിങ്ങളെ കൊണ്ട് കഴിയുന്നത് ഓൺലൈനിലൂടെ വയല് കെട്ടുകൊണ്ടിരിക്കുന്ന എന്റെ പ്രിയപ്പെട്ടവരോട് അള്ളാഹുവിന്റെ പള്ളിക്ക് വേണ്ടിയാ, അല്ലാതെ പെണ്ണ് കെട്ടിക്കുവാനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടിയല്ല. പള്ളിയുടെ അക്കൗണ്ട് നമ്പറാണ് നിങ്ങളതിൽ കാണിച്ചിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങളെ കൊണ്ട് കഴിയുന്നത് കൊടുക്ക്, നിങ്ങളെ കൊണ്ട് കഴിയുന്നത് കൊടുക്ക. അൽഹംദുലില്ലാ, ഇന്നൊരു പ്രിയപ്പെട്ട മാതാവ് ഒരു സ്വർണ്ണ മോതിരം കൊണ്ടുവന്ന് നമ്മുടെ പള്ളിക്ക് വേണ്ടി സദഖ നൽകി. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുമാറാകട്ടെ. ആ ഉമ്മ വല്ലാതെ കരയുന്നുണ്ട്. ആ പ്രിയപ്പെട്ട മാതാവ് സ്വർണ്ണ മോതിരം കൊണ്ട് തന്നപ്പോൾ വല്ലാതെ കരയുന്നുണ്ട്. കാരണം ആ പ്രിയപ്പെട്ട ഉമ്മയുടെ മകൻ 40 വയസ്സുണ്ട്. എന്തോ ഒരു രോഗം കാരണം, എന്തോ ഒരു വാദത്തിന്റെ രോഗം കാരണം പടച്ചവരെ ഒരു ചെറിയ മകൻ, ആ മകനാ ചിലപ്പോഴൊക്കെ വസ്ത്രമൊക്കെ ഊരി കൊടുക്കാം. ഉസ്താദേ ദുആ ചെയ്യണേ എന്ന് പറഞ്ഞിട്ട് ഈ പള്ളിക്ക് വേണ്ടി ഒരു മോതിരം കൊണ്ടു തന്നു. ഒരു 3 സ്വലാത്ത്, സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. റഹ്മാൻ റഹീമായ അല്ലാഹ്, കരുണ
കരുണക്കടലായ അല്ലാഹ്, തന്റെ കയ്യിൽ കിടന്ന ഒരു സ്വർണ്ണമോതിരം അല്ലാഹുവിന്റെ പള്ളിക്ക് വേണ്ടി സദഖ നൽകിയ ഉമ്മ, ആഫിയത്ത് കൊടുക്കണേ പടച്ചവനെ, ദീർഘായുസ് കൊടുക്കണേ തമ്പുരാനെ. ആ ഉമ്മയുടെ പ്രിയപ്പെട്ട പൊന്നുമോൻ അല്ലാഹുവേ വാദത്തിന്റെ രോഗമാ അല്ലാഹ്, വല്ലാത്ത പ്രയാസമാ അല്ലാഹ്. ഉസ്താദേ, ശരീരമെന്ന് നേരെ കൈകാലുകൾ നോക്കാൻ കഴിയാത്ത വേദനയാ അല്ലാഹുവേ. അല്ലാഹുവേ, നിന്നെക്കാളും വലിയ ശാഫിയില്ലല്ലോ അല്ലാഹ്. ശിഫ കൊടുക്കണേ അല്ലാഹ്, ശിഫ കൊടുക്കണേ അല്ലാഹ്, ശിഫ കൊടുക്കണേ അല്ലാഹ്, സമാധാനം നൽകണേ അല്ലാഹ്. അസ്സദഖത്തു റത്തുൽ ബലായാ, വിപത്തുകളെ തട്ടി മാറ്റുമെന്ന് മുത്തുനബി പഠിപ്പിച്ചിട്ടുണ്ട് റബ്ബേ. അല്ലാഹുവേ, ആ കുടുംബത്തിലെ സർവ്വ പ്രയാസങ്ങളും മാറ്റണേ അല്ലാഹ്, സമാധാനം നൽകണേ അല്ലാഹ്, എല്ലാ ബുദ്ധിമുട്ടുകളും മാറ്റണേ അല്ലാഹ്. മരിക്കുന്ന സമയത്ത് ഇതിന്റെ പ്രതിഫലം കണ്ട് മരിക്കാൻ ഭാഗ്യം കൊടുക്കണേ അല്ലാഹ്. പടച്ചവനെ, ഇന്ന് വയത് കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു സഹോദരൻ ഉസ്താദേ, പള്ളിക്ക് വേണ്ടി പടച്ചവനെ അല്ലാഹുവേ, പുളിയങ്കോട് നിന്ന് ഹിലാലെന്ന് പറയുന്ന സഹോദരൻ അരപ്പവന സ്വർണം പള്ളിക്ക് വേണ്ടി സദഖ നൽകിയിരിക്കുകയാണ്. പടച്ചവനെ, തന്റെ കുടുംബത്തിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് വേണ്ടി ദുആ ചെയ്യാൻ, കച്ചവടത്തിൽ ബറക്കത്ത് കിട്ടുവാൻ, കുട്ടികൾക്ക് നല്ല ബുദ്ധി ഉണ്ടാകുവാൻ അരപ്പവൻ നിന്റെ പള്ളിക്ക് വേണ്ടി സദഖ നൽകിയിരിക്കുന്നു നാഥാ. ഹിലാലിനെ കൈവിടല്ലേ അല്ലാഹ്. ആ സഹോദരന്റെയും ഭാര്യയുടെയും കുടുംബത്തിൽ മരണപ്പെട്ടവരുടെ മണ്ണറ മണിയറയാക്കണേ അല്ലാഹ്, ഖബർ വിശാലമാക്കണേ അല്ലാഹ്, കച്ചവടത്തിൽ അഭിവൃദ്ധി നൽകണേ അല്ലാഹ്, മക്കളെ ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കുന്ന മക്കളിൽ പെടുത്തണേ അല്ലാഹ്. പടച്ചവനെ, പായിപ്പാട് പാറയ്ക്കലിൽ ഷഫീന എന്ന സഹോദരി അല്ലാഹുവേ, കഴിഞ്ഞ മാസം മരണപ്പെട്ട ഭർത്താവ് മുഹമ്മദ് സാലിയുടെ ഖബർ വിശാലതയ്ക്ക് വേണ്ടി 10,000 രൂപ റഹ്മറഹീമായ അല്ലാഹ്, മുഹമ്മദ് സാലി ഖബറിലാ അല്ലാഹ്, അവസ്ഥയറിയില്ല റബ്ബേ, വിശാലമാക്കണേ അല്ലാഹ്, മഗ്ഫിറത്ത് നൽകണേ അല്ലാഹ്, സ്വർഗ്ഗ പൂങ്കാവനമാക്കണേ അല്ലാഹ്, കരുണ കാണിക്കണേ അല്ലാഹ്, ജാരിയായ സദഖയാക്കണേ അല്ലാഹ്. യുഎഇയിൽ നിന്നുള്ള ഒരു സഹോദരന് പള്ളിക്ക് വേണ്ടി ഉസ്താദേ 10,000 രൂപ, വാപ്പ ചെറുപ്പത്തിലെ മരണപ്പെട്ടതാണ് ഉസ്താദേ, ഉമ്മയുടെ കുടലിന് ക്യാൻസറാ. ഗഫൂറായ അല്ലാഹ്, പടച്ചവനെ, പ്രിയപ്പെട്ട പിതാവ് ചെറുപ്പത്തിലെ മരണപ്പെട്ടു, ഈ മക്കൾക്ക് വേണ്ടി ജീവിച്ച ഉമ്മയാ അല്ലാഹ്, ഈ മക്കൾക്ക് വേണ്ടി ജീവിച്ച ഉമ്മയാ അല്ലാഹ്, ശിവ കൊടുക്കണേ റബ്ബേ, നിന്നെക്കാളും വലിയ ശാഫിയില്ല അല്ലാഹ്. ആ ഉമ്മയോട് കരുണ കാണിക്കണേ തമ്പുരാനെ, പ്രയാസങ്ങൾ മാറ്റണേ തമ്പുരാനെ, ഉമ്മയുടെ പൊരുത്തം കിട്ടിയ മകനാക്കണേ തമ്പുരാനെ. പന്തളത്ത് കടക്കാടുമെന്ന് ഒരു സഹോദരി തന്റെ ഭർത്താവ് അപകടം പറ്റി 3 വർഷമായി സ്വയം നടക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ്. പടച്ചവനെ, തന്റെ കുടുംബത്തിലെ മരണപ്പെട്ടവർക്ക് വേണ്ടി ദുആ ചെയ്യാൻ 1 ഗ്രാം സ്വർണം പള്ളിക്ക് വേണ്ടി നൽകിയിരിക്കുന്നു റബ്ബേ. 3 കൊല്ലമായി കിടപ്പില അല്ലാഹ്, കരുണ കാണിക്കണേ അല്ലാഹ്, കരുണ കാണിക്കണേ അല്ലാഹ്, ശിഫ കൊടുക്കണേ അല്ലാഹ്, സമാധാനം നൽകണേ അല്ലാഹ്, പിതാവിന്റെ മണ്ണറ മണിയറയാക്കണേ അല്ലാഹ്. പടച്ചവനെ, ഒരു സഹോദരി തന്റെ പേരമകള് വിവാഹം കഴിഞ്ഞിട്ട് 3.5 വർഷമായി, കുട്ടികളില്ല റബ്ബേ. കരുണക്കടലായ അല്ലാഹ്, കാരുണ്യവാനായ അല്ലാഹ്,
നിനക്ക് കഴിയുമല്ലോ റബ്ബേ, കരുണ കാണിക്കണേ അല്ലാ. സ്വാലിഹായ സന്താനങ്ങളെ നൽകണേ അല്ലാ. പരീക്ഷയിൽ ഉന്നത വിജയം കൊടുക്കണേ അല്ലാ. ആലങ്കോട് നിന്നൊരു സഹോദരി, അനുജത്തിയുടെ ഭർത്താവ് ഖബറിലാ. പടച്ചവനെ റബ്ബേ, ഖബർ വിശാലമാക്കണേ തമ്പുരാന്, സ്വർഗ പൂങ്കാവനമാക്കണേ തമ്പുരാന്. സ്വാലിഹായ സന്താനങ്ങൾ ആ മകൾക്ക് കൊടുക്കണേ അല്ലാ. സഹല എന്ന് പറയുന്ന സഹോദരി, ഖൈറും ബറക്കത്തും ഉണ്ടാകാൻ ഖൈറും ബറക്കത്തും നൽകണേ തമ്പുരാന്. സമാധാനമുള്ള ജീവിതം നൽകണേ തമ്പുരാന്. താനൂരിൽ നിന്നൊരു സഹോദരി 6666 രൂപ, മകളുടെ വിവാഹം കഴിഞ്ഞു, ഭർത്താവ് പിണക്കത്തിലാണ് ഉസ്താദേ. കരുണക്കടലായ അല്ലാ, മനസ്സുകൾ അടുപ്പിക്കണേ അല്ലാ, വാശി മാറ്റണേ അല്ലാ, വിട്ടുവീഴ്ച ചെയ്യാറുള്ള മനസ്സ് കൊടുക്കണേ അല്ലാ, അവരെ നീ അടുപ്പിക്കണേ അല്ലാ, സമാധാനമുള്ള ജീവിതം കൊടുക്കണേ അല്ലാ. വടകര ഓർക്കാശ്ശേരിയിൽ നിന്നൊരു സഹോദരി, തന്റെ മുറാദുകൾ ഹാസിലാകാൻ സ്വീകരിക്കണേ തമ്പുരാന്. പ്രയാസങ്ങൾ മാറ്റണേ തമ്പുരാന്. ആഗ്രഹങ്ങൾ സാധിപ്പിച്ചു കൊടുക്കണേ അല്ലാ. സമാധാനമുള്ള ജീവിതം കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ, ചേളാരിയിൽ നിന്നൊരു സഹോദരി, തന്റെ മകന്റെ മുഖം പടച്ചവനെ കുറച്ച് കറുത്ത പുള്ളിയാണ്. ഗഫൂറായ അല്ലാ, റഹീമായ അല്ലാ, ശിഫ നൽകണേ അല്ലാ, സമാധാനം നൽകണേ അല്ലാ, ഈമാനിന്റെ പ്രകാശം കൊടുക്കണേ അല്ലാ. ഭർത്താവിന്റെ അസുഖം മാറുന്നതിന് വേണ്ടി പടച്ചവനെ സീനത്തെന്ന് പറയുന്ന സഹോദരി 5000 രൂപ സദഖ ചെയ്തിരിക്കുന്നു റബ്ബേ. അല്ലാഹുവേ, ഏത് രോഗമാണെങ്കിലും ശിഫയാക്കണേ തമ്പുരാന്, സമാധാനം നൽകണേ തമ്പുരാന്, ആ കുടുംബത്തിന് ഖൈറും ബറക്കത്തും നൽകണേ തമ്പുരാന്. കാലിന്റെ രോഗം മാറുന്നതിന് വേണ്ടി കുടുംബത്തിൽ ബറക്കത്ത് കിട്ടാൻ അല്ലാഹുവേ സ്വീകരിക്കണേ അല്ലാ. പടച്ചവൻ അൻസാരിയുടെ എല്ലാ രോഗങ്ങളും മാറ്റണേ അല്ലാ, എല്ലാ ബുദ്ധിമുട്ടുകളും മാറ്റണേ തമ്പുരാനെ. ഹസീന എന്ന് പറയുന്ന സഹോദരി, പടച്ചവനെ അല്ലാഹുവേ, ഒരു ചെറിയ പ്രയാസമുണ്ട് തമ്പുരാന്, ആ പെങ്ങൾക്ക് നീ ശിവ കൊടുക്കണേ തമ്പുരാന്. പ്രയാസങ്ങൾ മാറ്റണേ തമ്പുരാന്, സമാധാനം നൽകണേ തമ്പുരാന്. കൊണ്ടോട്ടി കീഴ്ശേരിയിൽ നിന്ന് അലവിക്കുട്ടി എന്ന് പറയുന്ന സഹോദരന് തന്റെ ഭാര്യയുടെ ഉപ്പയുടെയും ബാപ്പയുടെയും പരലോക ജീവിതത്തിന് വേണ്ടി ദുആ ചെയ്യാൻ ഖബർ വിശാലമാക്കണേ അല്ലാ, സ്വർഗ്ഗ പൂങ്കാവനമാക്കണേ അല്ലാ, മഗ്ഫിറത്തും റഹ്മത്തും നൽകണേ അല്ലാ. അല്ലാഹുവേ, ഒരു സഹോദരന് തന്റെ മാതാപിതാക്കൾക്കും കുടുംബത്തിനും സുഹൃത്തുക്കൾക്കും മരണപ്പെട്ടവർക്ക് വേണ്ടി ദുആ ചെയ്യാ, അവരോടൊപ്പം നാളെ സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൂടാൻ ഭാഗ്യം കൊടുക്കണേ അല്ലാ. പട്ടാമ്പിയിൽ നിന്നൊരു സഹോദരി, തന്റെ മകന് പടച്ചവരെ രോഗമാണ്, ഹോസ്പിറ്റലിൽ പോയിട്ടും മാറുന്നില്ല. സവാദുർ റഹ്മാൻ അനുഗ്രഹിക്കണേ അല്ലാ, ശിഫ കൊടുക്കണേ അല്ലാ, സമാധാനം നൽകണേ അല്ലാ. പടച്ചവനെ, UAE-യിലുള്ള ഒരു സഹോദരന്റെ മൂത്തുമ്മ കൊറോണയാണ് ഉസ്താദേ, ഇന്ന് മരണപ്പെട്ടു പോയി. ഷഹീദിന്റെ കൂലി കൊടുക്കണേ അല്ലാ, ഖബർ വിശാലമാക്കണേ അല്ലാ, മഗ്ഫിറത്ത് നൽകണേ അല്ലാ. ഷഹല എന്ന് പറയുന്ന സഹോദരിയുടെ മുറാദ് ഹാസിലാക്കണേ അല്ലാ. പടച്ചവനെ, ബായാറുള്ള ഫാത്തിമ എന്ന് പറയുന്ന പൊന്നുമോള്, പടച്ചവനെ സന്തോഷമുള്ള ജീവിതം കൊടുക്കണേ അല്ലാ, സ്വാലിഹായ സന്താനങ്ങളെ കൊടുക്കണേ അല്ലാ. ആ സഹോദരിയുടെ മാതാപിതാക്കൾക്കും അനുജത്തിക്കും അല്ലാഹുവേ ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കണേ തമ്പുരാനെ. അല്ലാഹുവേ, ഈ പള്ളിക്ക് വേണ്ടി ഒരുപാട് സഹോദരങ്ങളെ സഹോദരിമാര് സദക്ക നൽകിയവരുണ്ട്.
ചെയ്തവരുണ്ട്, ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തവരുണ്ട്. അല്ലാഹുവേ പടച്ചവനെ മുഹമ്മദ് സലീം പൂങ്കുറുഞ്ഞിയിൽ മകളുടെ ജോലി സ്ഥിരമാകാൻ വേണ്ടി 5000 രൂപ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം റഹീമായ അല്ലാഹ് പടച്ചവനെ ആ സഹോദരന്റെ സദഖ സ്വീകരിക്കണേ തമ്പുരാനെ. പൊന്നുമോളുടെ ജോലിയിൽ സ്ഥിരത നൽകണേ അല്ലാഹ്, സമാധാനം നൽകണേ അല്ലാഹ്, സമാധാനം നൽകണേ അല്ലാഹ്. പെരിയാറ്റിലുള്ള ഒരു സഹോദരന് സ്വാലിഹായ ഒരു പെൺകുട്ടിയെ വിവാഹം കഴിക്കാൻ ദുആ ചെയ്യാൻ അല്ലാഹുവേ നിന്നെ ഭയമുള്ള ഒരു സാലിഹത്തായ ഇണയെ കൊടുക്കണേ അല്ലാഹ്. പടച്ചവനെ അനിയത്തിയുടെ ഭാര്യ പിതാവ് പടച്ചവനെ ഇന്നലെയാണ് മരണപ്പെട്ടത്. അല്ലാഹുവേ റബ്ബേ ഷഹീദിന്റെ കൂലി കൊടുക്കണേ അല്ലാഹ്. പടച്ചവനെ പള്ളിയിൽ പോയി ബാങ്ക് വിളിക്കുന്ന മനുഷ്യനായിരുന്നു, പ്രതിഫലം കൊടുക്കണേ തമ്പുരാന്, സ്വർഗ പൂങ്കാവനമാക്കണേ തമ്പുരാന്. കോഴഞ്ചേരി ഹോസ്പിറ്റലിൽ സുഖമില്ലാതെ കിടക്കുന്ന സഹോദരൻ ശിഫ നൽകണേ അല്ലാഹ്, ആഫിയത്ത് നൽകണേ അല്ലാഹ്, സമാധാനം നൽകണേ അല്ലാഹ്. പടച്ചവനെ എന്നെ വല്ലാതെ സ്നേഹിക്കുന്ന ഒരു പ്രിയപ്പെട്ട സഹോദരി പടച്ചവനെ 4 പെൺമക്കളാണ് റബ്ബേ. അല്ലാഹുവേ ആ സഹോദരിയുടെ രോഗങ്ങളൊക്കെ മാറ്റണേ അല്ലാഹ്. കരുണക്കടലായ റബ്ബേ, ഗഫൂറായ റബ്ബേ, നീ കരുണ കാണിക്കണേ തമ്പുരാന്. എല്ലാ മാരക രോഗങ്ങളെ തൊട്ട് കാക്കണേ തമ്പുരാന്. ആ സാധുവിന് നല്ല ഒരു ജീവിതം കൊടുക്കണേ അല്ലാഹ്. പടച്ചവനെ അല്ലാഹുവേ വർക്കലയിലുള്ള ഇമാം എന്ന് പറയുന്ന സഹോദരൻ തന്റെ പ്രിയപ്പെട്ട പൊന്നുമോന്റെ ജോലിയിൽ സ്ഥിരത നൽകണേ തമ്പുരാനെ. പടച്ചവനെ ഭാര്യയുടെ സഹോദരൻ മരണപ്പെട്ടു, കബറിടം വിശാലമാക്കണേ അല്ലാഹ്. ഷാഹിന അൻസാരി എന്ന സഹോദരിയുടെ പടച്ചവനെ കുടുംബത്തില് 2 പേരും കോവിഡ് ബാധിച്ച് വെന്റിലേറ്ററിലാണ് ഉസ്താദ്. അല്ലാഹുവേ അല്ലാഹുവേ കരുണ കാണിക്കണേ തമ്പുരാനെ, ദയ കാണിക്കണേ തമ്പുരാനെ. ഈ മജ്‌ലിസിന്റെ ബറകത്ത് കൊണ്ട് ശിഫ കൊടുക്കണേ തമ്പുരാനെ. അല്ലാഹുവേ ആ കുടുംബത്തിന് സമാധാനം നൽകണേ അല്ലാഹ്. ഷാഫി എന്ന സഹോദരന്റെ പിതാവ് RCCയിൽ ക്യാൻസറിന്റെ ചികിത്സയിലാ അല്ലാഹ്. ശിഫ കൊടുക്കണേ അല്ലാഹ്, ശിഫ കൊടുക്കണേ അല്ലാഹ്, സമാധാനം നൽകണേ അല്ലാഹ്. റസിയ എന്ന സഹോദരിയുടെ രോഗങ്ങളൊക്കെ നീ ശിഫയാക്കണേ അല്ലാഹ്. മുസ്തഫയുടെ വീടിന്റെ പണി നീ എളുപ്പത്തിലാക്കണേ അല്ലാഹ്. ഒറ്റപ്പാലത്തുള്ള സഹോദരിയുടെ ദുനിയാവും ആഖിറവും രക്ഷപ്പെടുത്തണേ അല്ലാഹ്. സമാധാനമുള്ള ജീവിതം നൽകണേ അല്ലാഹ്. അല്ലാഹുവേ ഈ പള്ളിക്ക് വേണ്ടി ഒരുപാട് സദഖ ചെയ്ത മനുഷ്യനാണ് ഉമർ കണ്ണൂർ. അല്ലാഹുവേ ചില പ്രയാസങ്ങളിലും ബുദ്ധിമുട്ടുകളിലുമാണ്. പടച്ചവനെ അല്ലാഹ് 1 ഗ്രാം പിന്നെയും സദഖ നൽകിയിരിക്കുന്നു. അന്യനാട്ടിൽ കിടന്ന് കഷ്ടപ്പെടുന്ന ഉമറിനെ കൈവിടല്ലേ അല്ലാഹ്. എല്ലാ പ്രയാസങ്ങളും മാറ്റണേ അല്ലാഹ്. സമാധാനം നൽകണേ അല്ലാഹ്. സന്തോഷമുള്ള ജീവിതം നൽകണേ അല്ലാഹ്. എല്ലാ പ്രയാസങ്ങളും മാറ്റണേ അല്ലാഹ്. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ഒരുപാട് സഹോദരങ്ങളുടെ സഹോദരിമാർ പായിപ്പാടുള്ള റാഷിദ് എന്ന സഹോദരൻ കോവിഡ് ബാധിച്ച് കുറച്ചു മുമ്പ് മരണപ്പെട്ടു പോയിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല റാഷിദിന്റെ മണ്ണറ അല്ലാഹു മണിയറയാക്കി കൊടുക്കുമാറാകട്ടെ. മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ജീവിതത്തിൽ ചെയ്ത നന്മകൾ മുഴുവനും ആ ഖബറിന്റെ അകത്ത് അല്ലാഹു കൂട്ടാക്കി കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അബ്ദുള്ള കാസർഗോഡ് വീട് പണി പൂർത്തീകരിക്കുന്നതിന് വേണ്ടി ദുആ ചെയ്യാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല വീടിന്റെ പണി അല്ലാഹു പട്ടത്തിൽ പൂർത്തീകരിച്ചു കൊടുക്കുമാറാകട്ടെ. സമാധാനം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ തന്നെ കാസർഗോഡുള്ള ഒരു നമ്മളെയൊക്കെ വല്ലാതെ സ്നേഹിക്കുന്ന ഒരു സഹോദരൻ
റസാഖ് എന്ന് പറയുന്ന സഹോദരന്റെ മാതാവ് മതിലിടിഞ്ഞു വീണിട്ട് വളരെ പ്രയാസത്തിൽ ഹോസ്പിറ്റലിലാണ്. കരുണക്കടലായ പടച്ചുറപ്പ് ഗഫൂർ റഹീമായ അല്ലാഹു ആ സഹോദരന്റെ ഉമ്മയ്ക്ക് അല്ലാഹു ആഫിയത്തും ദീർഘായുസ്സും അല്ലാഹു കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. എത്രയും പെട്ടെന്ന് അല്ലാഹു ശിഫാ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ, സമാധാനം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ തന്നെ ഒരുപാട് സഹോദരങ്ങൾ ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തവരുണ്ട്. പ്രത്യേകിച്ച് ഞങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പിലെ മെമ്പർ കൂടിയായ മുഹമ്മദ് അലി എന്ന് പറയുന്ന ഒരു സഹോദരൻ ഇന്നലെ മരണപ്പെട്ടു പോയിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഖബറിടം അല്ലാഹു വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളുടെ സമയം 11 മണിയായി. ഇൻഷാ അല്ലാഹ് ദുആ ചെയ്യാം. ഇൻഷാ അല്ലാഹ് അൽഹംദുലില്ലാ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇൻഷാ അല്ലാഹ് ഈ അടുത്ത് തന്നെ ഒരുപാട് ദിവസം നീണ്ടുപോകാതെ ഇൻഷാ അല്ലാഹ് നമുക്ക് ഒരുമിച്ച് കൂടണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, മരണത്തിന് മുമ്പ് നിങ്ങൾ ചില കാര്യങ്ങൾ ചെയ്തു വെക്കണം. മരിക്കുന്നതിന് മുമ്പ് എപ്പോഴാ മരണം വരുന്നത് എന്ന് നമുക്കറിയില്ല. എപ്പോഴാണ് അസ്രായിൽ അലൈഹിസ്സലാം വമാ തദ്രി നഫ്സുൻ ബിഅയ്യി അർളിൻ തമൂത്ത്, പരിശുദ്ധമായ ഖുർആൻ പറയുന്നുണ്ട് മരണം എപ്പോഴാണെന്ന് അറിയില്ല. ഏത് സമയത്ത് വേണമെങ്കിലും ഈ വഅദ് പറയണ ഞാൻ വേണമെങ്കിൽ ഇപ്പൊ തന്നെ വീണ് മരിച്ചു പോകാം, അറിയില്ല. എൻ്റെ പ്രിയപ്പെട്ടവർ, അല്ലാഹു നമുക്ക് നല്ല മരണം നൽകുമാറാകട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, മരണം വരുമ്പോൾ പെട്ടെന്ന് മരിച്ചുപോയെന്ന് പറയാൻ വേണ്ടി ഇരിക്കണ്ട, മരണം വരുന്നതിന് മുമ്പ് ചില കാര്യങ്ങൾ ചെയ്തു വെക്കണം. മരണം നമ്മളെ തേടി വരുന്നതിന് മുമ്പ് 5 കാര്യങ്ങൾ ചെയ്തു വെക്കണം. മരിക്കുന്നതിന് മുമ്പ് ഒരു തയ്യാറെടുപ്പ്. അതുപോലെ തന്നെ ഷഹീദിന്റെ കൂലി കിട്ടുന്ന മരണം. വീട്ടിൽ കിടന്ന് മരിച്ചാലും ഷഹീദിന്റെ കൂലി. ബദരീങ്ങളെ പോലെ സുഹദാക്കളെ പോലെ ഷഹീദിന്റെ കൂലി കിട്ടുന്ന മരണം. വീടിന്റെ അകത്ത് കട്ടിലി കിടന്ന് മരിച്ചാലും ഷഹീദിന്റെ കൂലി കിട്ടും. അങ്ങനെയുള്ള മരണം അല്ലാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് അടുത്ത തന്നെ വെള്ളിയാഴ്ച ദിവസം ഇൻഷാ അല്ലാഹ് ഇന്നിപ്പോ എന്താ തിങ്കളാ ഞായർ ഇൻഷാ അല്ലാഹ് ഈ ആഴ്ചയിൽ ഏതെങ്കിലും ഒരു ദിവസം ഇൻഷാ അല്ലാഹ് മരിക്കുന്നതിന് മുമ്പ്, മരണം വരുന്നതിന് മുമ്പ് തയ്യാറാക്കി വെക്കേണ്ട ഒരു 5 കാര്യമുണ്ട്. ഷഹീദിന്റെ മരണം കിട്ടാൻ വീട്ടിൽ കിടന്ന് മരിച്ചാലും ഷഹീദിന്റെ കൂലി അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് കൂടണം ഇൻഷാ അല്ലാഹ്, ചർച്ച ചെയ്യണം. എന്നാണ് ക്ലാസ് എന്നുള്ളത് ഇൻഷാ അല്ലാഹ് വാട്സപ്പുകളിലും മറ്റുള്ളതിലൊക്കെ ഇൻഷാ അല്ലാഹ് അറിയിപ്പുണ്ടാകും. എല്ലാ ദിവസവും വന്നിതൊക്കെ ചെയ്യാൻ കാരണം 100 കിലോമീറ്റർ ഓടണമല്ലോ. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് കൂടണം. അൽഹംദുലില്ലാ, ഈ ക്ലാസ് മുടക്കി കളയരുത്. ഇൻഷാ അല്ലാഹ് വാട്സപ്പിലൂടെ 336-37 ദിവസമായി ഒരു ദിവസം പോലും മുടങ്ങാതെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസ് എൻ്റെ പ്രിയപ്പെട്ട വഅദ് കേൾക്കുന്നവരോട് നിങ്ങൾ ആ ക്ലാസ് കേൾക്കണം. പ്രസംഗിക്കുമ്പോൾ ഒരു ദിവസം പറഞ്ഞ് ചിലപ്പോൾ അടുത്ത പ്രസംഗത്തിൽ കാണും. പക്ഷേ ഈ 336 ദിവസവും ഓരോ ഹദീസുകൾ ഒരു 5-6 മിനിറ്റ് അല്ലെങ്കിൽ 10 മിനിറ്റിനകത്തുള്ള ഒരു ഹദീസ്. അൽഹംദുലില്ലാ, ഒരു ചെറിയ വിശദീകരണം. അങ്ങനെ ഈ 335 ദിവസങ്ങളായി മുടങ്ങാതെ ഉള്ള ഒരു ക്ലാസ് ഉണ്ട്. നിങ്ങളൊക്കെ കയറി ദീനിന്റെ വിളക്കെന്ന് പറഞ്ഞിട്ട് ഇൻഷാ അല്ലാഹ് എല്ലായിടത്തും വാട്സപ്പുകളിലൊക്കെ ഉണ്ട്. നിങ്ങളത് കയറി കേൾക്കണം. ജീവിതത്തിൽ ഉപകാരപ്പെടുന്ന അൽഹംദുലില്ലാ ഒരുപാട് അറിവുകൾ, എനിക്ക് തന്നെ ഒരുപാട് അറിവുകൾ കിട്ടിയിട്ടുണ്ട് അതിലൂടെ. നിങ്ങളൊക്കെ അത് കയറി കാണുകയും പഠിക്കുകയും ചെയ്യണം. ഇൻഷാ അല്ലാഹ് ഒരു വർഷം പൂർത്തിയാകുമ്പോൾ ഇൻഷാ അല്ലാഹ് അതിന്റെ വാർഷികം നമ്മുടെ പള്ളിയിൽ വെച്ചിട്ട് ഇൻഷാ അല്ലാഹ് 365 ദിവസമല്ലേ ഒരു വർഷം, 365ാമത്തെ ക്ലാസ് നമ്മുടെ പള്ളിയിൽ വെച്ച് നടത്തിയിട്ട് ഇൻഷാ അല്ലാഹ് നടത്തണം. അല്ലാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരുപാട് ചെറുപ്പക്കാരൊക്കെ അതിനുവേണ്ടി കഷ്ടപ്പെടുന്നവരുണ്ട്. സത്യം പറഞ്ഞാൽ നമ്മുടെ മൊബൈലുകളിലൊക്കെ ഒരു 10 മെസ്സേജ്, സത്യം പറഞ്ഞാൽ ഒന്ന് ഫോൺ ഓണാക്കുമ്പോൾ ഒരു 100 മെസ്സേജ് വന്നിരുമ്പോൾ തന്നെ മൊബൈൽ അനങ്ങൂല. ഞാനൊക്കെ ചിന്തിക്കാറുണ്ട്, ഈ 200 ഗ്രൂപ്പിലൊക്കെ ഉള്ള ചെറുപ്പക്കാരുണ്ട്. നമ്മുടെ നിസാർ എന്ന് പറയുന്ന ഒരു സഹോദരൻ, അതുപോലെ തന്നെ അസീം, ഇങ്ങനെയൊക്കെ ഉള്ള ഒരുപാട് ചെറുപ്പക്കാർ. സത്യം പറഞ്ഞാൽ ഈ 300 ഗ്രൂപ്പുകളിലൊക്കെ ഇതെങ്ങനെ ഷെയർ ചെയ്യുന്നു എന്ന് ഞാൻ ആലോചിക്കാറുണ്ട്. ഈ പ്രസംഗത്തിന്റെയൊക്കെ ലിങ്ക് ഒന്ന് ഇടുമ്പോൾ തന്നെ വലിയ ബുദ്ധിമുട്ടാണ്. അപ്പൊ ഒരുപാട് ചെറുപ്പക്കാർ അൽഹംദുലില്ലാ, ഞാൻ ഒരാളുടെ പേര് പറഞ്ഞാൽ മറ്റൊരാളുടെ പറഞ്ഞില്ല എന്ന് വരും. അതുകൊണ്ട് ഒരുപാട് ചെറുപ്പക്കാർ, അവർക്ക് പേരൊന്നും ആഗ്രഹിക്കണില്ല. എന്തായാലും അൽഹംദുലില്ലാ 10-12ഓളം ചെറുപ്പക്കാർ, അതുപോലെ തന്നെ സഹോദരിമാർ, പിന്നെ അറിയാത്ത ഒരുപാട് ഗ്രൂപ്പുകൾ.
അപ്പൊ ഇതെല്ലാം ഇങ്ങനെ കൊണ്ടു നടക്കുന്ന ഒരുപാട് പേരുണ്ട്. അള്ളാഹു അവർക്കൊക്കെ അർഹമായി പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് അവർക്കൊക്കെ വേണ്ടി 365-ാമത്തെ ക്ലാസ്സിൽ പ്രത്യേകം അന്ന് ക്ലാസ്സിന്റെ വാഴത ഒരു ദിവസത്തെ വാഴത നടത്തി ഇൻഷാ അല്ലാഹ് ദുആ ചെയ്യണം. അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മുഹമ്മദ് ആരിഫ് 1.5 മാസം പ്രായമുള്ള കുട്ടിയാണ്. ലിവറിന് ചെറിയ പ്രശ്നമുണ്ട്. ഓപ്പറേഷൻ വേണമെന്ന് ഡോക്ടർമാർ പറഞ്ഞിരിക്കുന്നു. ഗഫൂറായ ലോകത്തിന്റെ അധിപനായ കാരുണ്യവാനായ അല്ലാഹ്, പടച്ചവനെ ഓപ്പറേഷൻ ഇല്ലാതെ നീ ശിഫയാക്കണേ. പടച്ചവനെ ആ കുഞ്ഞിനെ നീ രക്ഷപ്പെടുത്തണേ. റഹ്മാനെ സമാധാനം കൊടുത്ത് അനുഗ്രഹിക്കണേ തമ്പുരാനെ. അപ്പൊ ഇൻഷാ അല്ലാഹ് 11 മണിയായി. ഇൻഷാ അല്ലാഹ് അല്ലാഹുവിന്റെ മുന്നിൽ ആത്മാർത്ഥമായി നമുക്ക് ദുആ ചെയ്തു പിരിയാം. ഇലാ ഹദ്റത്ത് റൂഹി നബിയിന മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അൽ ഫാത്തിഹ.